ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് 2029 നടപ്പാക്കാൻ ആലോചിച്ച് BJP. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പും വനിതാ സംവരണവും ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കാൻ പുതിയ ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. യുവാക്കളെ കൂടെ നിർത്താൻ രാജ്യവ്യാപകമായി സംവാദ പരിപാടികൾ സംഘടിപ്പിക്കും. തിരഞ്ഞെടുപ്പുകൾക്കായി നേരത്തെ ഒരുങ്ങാനും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. ഭരണാധികാരിയെ നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 17 മുതൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന സേവന പരിപാടികളും നടത്തും. 2029 പൊതു തിരഞ്ഞെടുപ്പിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാനാകുമോ എന്ന ആലോചനയിലാണ് BJP നേതൃത്വം നൽകുന്ന NDA. നിലവിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതി പരിശോധിക്കുന്ന ബില്ലിന്മേൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയം ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ച വരെയുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ 2029 ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതയും പരിശോധിക്കും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, വനിതാ സംവരണം തുടങ്ങിയ പ്രഖ്യാപിത നിലപാടുകൾ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാൻ പുതിയ ഭാരവാഹികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിഷൻ 2029 എന്ന ലക്ഷ്യത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി പുതിയ ഭാരവാഹികളുമായി സംസാരിച്ചത്. അടുത്ത വർഷം ആദ്യം നടക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്താനുള്ള ചർച്ചയും ഇന്നലെയും ഇന്നുമായി ചേർന്ന BJP നേതൃയോഗങ്ങളിൽ നടന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ യുവാക്കളെ കൂടെ നിർത്താനുള്ള കാര്യപരിപാടികൾ തീരുമാനിച്ചു. രാജ്യവ്യാപകമായി യുവാക്കൾക്കും വനിതകൾക്കുമായി സംവാദ പരിപാടികൾ സംഘടിപ്പിക്കും. സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള ജനറൽ സെക്രട്ടറിമാർക്കാണ് ഇതിന്റെ ചുമതല നൽകിയത്. പുതുതലമുറയെ ചേർത്ത് നിർത്തണമെന്നും കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ വികസന പദ്ധതികളുടെ പ്രചാരണം ശക്തമാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭരണാധികാരിയായി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ 17 മുതൽ ഒരു മാസം നീളുന്ന പ്രത്യേക സേവന പ്രചാരണ പരിപാടികൾ നടത്തും. പുതിയ ദേശീയ ഭാരവാഹികൾക്ക് ഉടൻ തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതല പ്രഖ്യാപിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.